നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. ലോകവിസ്മയമായി മാറുന്ന ഒന്നാണ് കാർഷിക രാജ്യമായ ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പ് എന്ന് ഈ പരമ്പരയുടെ ആദ്യ എപ്പിസോഡിൽ തന്നെ വ്യക്തമാക്കിയിരുന്നല്ലോ. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളും നടപടിക്രമങ്ങളും ഉൾപ്പെടുത്തിയുള്ളതായിരുന്നു ആദ്യ ഭാഗമെങ്കിൽ, സ്വതന്ത്ര ഇന്ത്യയിലെ 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ അവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ് രണ്ടാം ഭാഗം. നിയമസഭാ സാമാജികർ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് അയക്കുന്ന പ്രതിനിധികൾ ഉൾപ്പെടുന്ന രാജ്യസഭയും, പൊതു തിരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് ജയിച്ച് വരുന്നവർ ഉൾപ്പെടുന്ന ലോക്സഭയും, ഇങ്ങനെ രണ്ട് തലങ്ങളിലായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഒറ്റയ്ക്കോ മുന്നണികളായോ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിക്കായിരിക്കും സർക്കാർ രൂപീകരണത്തിനായുള്ള അവസരവും അവകാശവും. ഭൂരിപക്ഷ പിന്തുണ നഷ്ടപ്പെടാതിരുന്നാൽ 5 വർഷമാണ് പാർലമെൻറ്റിൻ്റെ കാലാവധി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെയും സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രത്തിലൂടെ കടന്നു പോകുന്നതാണ് ഈ എപ്പിസോഡ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1946 മുതൽ 49 വരെ. പൊതു തിരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെട്ടതായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് ഈ അസംബ്ലിയിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണം എന്ന ചരിത്രപരമായ ദൗത്യം പൂർത്തിയാക്കിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1947 ശേഷം ഏതാണ്ട് 3 കൊല്ലത്തോളമാണ് നിലനിന്നിരുന്നത്. ഒന്നാം ലോക്സഭ 1952 മുതൽ 57 വരെയായിരുന്നു ഈ സഭയുടെ കാലം. കാത്തിരുന്ന സ്വാതന്ത്ര്യലബ്ധിക്കും ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതിനും ശേഷം 1951-52 68 ഘട്ടങ്ങളിലായിട്ടായിരുന്നു രാജ്യത്തെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. 489 ലോക്സഭാ സീറ്റുകളിലേക്കായിരുന്നു ആദ്യ മത്സരം. സമ്മതിദാന അവകാശം ലഭിച്ച ഏതാണ്ട് 17 കോടിയിലധികം വോട്ടർമാർ. കോൺഗ്രസ് എന്ന ഒരൊറ്റ ചിന്ത മാത്രം അലയടിച്ചിരുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ 364 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയത്. 2 അക്ക അംഗബലത്തിലെത്തിയതാകട്ടെ ചുരുക്കം ചിലർ മാത്രം. CPIക്ക് ലഭിച്ച 16 സീറ്റുകൾ, സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച 12 സീറ്റുകൾ എന്നിവ മാത്രമായിരുന്നു എടുത്തു പറയാവുന്നവ. പോൾ ചെയ്ത വോട്ടിൻ്റെ 45% കോൺഗ്രസിനായിരുന്നു. ഇന്നത്തെ BJPയുടെ പഴയ രൂപമായ ഭാരതീയ ജനസംഘത്തിന് ആദ്യ സഭയിൽ 3 സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചവർക്കായിരുന്നു. തുടർന്ന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. മലയാളിയായ AK ഗോപാലനായിരുന്നു ആദ്യ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. രണ്ടാം ലോക്സഭ 1957 മുതൽ 62 വരെ. മൊത്തം 494 സീറ്റുകളിലേക്കാണ് മത്സരങ്ങൾ നടന്നത്. ഇതിൽ 371 സീറ്റുകൾ നേടി വീണ്ടും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരികയായിരുന്നു. ഇപ്രാവശ്യം CPIക്കും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും മാത്രമേ 2 അക്ക അംഗബലത്തിൽ എത്താൻ സാധിച്ചുള്ളൂ. 27ഉം 19ഉം വീതം. രണ്ടാം സഭയിലെത്തിയപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 48% നേടാൻ കോൺഗ്രസിനായി. ഭാരതീയ ജനസംഘത്തിന് രണ്ടാം തവണ 4 സീറ്റുകൾ ലഭിച്ചു. ആദ്യ സഭയിൽ എന്ന പോലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലം സ്വതന്ത്രർക്കായിരുന്നു. ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് രണ്ടാം സഭയിൽ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. മൂന്നാം ലോക്സഭ 1962 മുതൽ 67 വരെ. മൂന്നാം ലോക്സഭയിലേക്ക് 494 സീറ്റുകളിലായി നടന്ന മത്സരത്തിൽ 361 എണ്ണങ്ങളിൽ വിജയിച്ച കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുകയും 3ാം വട്ടവും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. CPI, ജനസംഘം, സ്വതന്ത്ര പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇങ്ങനെ 4 പാർട്ടികൾക്ക് മാത്രമേ 2 അക്ക അംഗബലം നേടാനായുള്ളൂ. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നാളതുവരെ ലഭിച്ചതിലുമധികം, അതായത് 48% നേടിയാണ് കോൺഗ്രസ് 3ാം വട്ടവും അധികാരത്തിലെത്തിയത്. 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തെ തുടർന്ന് ഗുൽസാരിലാൽ നന്ദ പ്രധാനമന്ത്രിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തു. പിന്നീട് 19 മാസക്കാലം ലാൽ ബഹദൂർ ശാസ്ത്രിക്കായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനം. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് 1966 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേറ്റതും ഇക്കാലത്തിലായിരുന്നു. മൂന്നാം ലോക്സഭ 1962 മുതൽ 67 വരെ. മൂന്നാം ലോക്സഭയിലേക്ക് 494 സീറ്റുകളിലായി നടന്ന മത്സരത്തിൽ 361 എണ്ണങ്ങളിൽ വിജയിച്ച കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുകയും 3ാം വട്ടവും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തു. CPI, ജനസംഘം, സ്വതന്ത്ര പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇങ്ങനെ 4 പാർട്ടികൾക്ക് മാത്രമേ 2 അക്ക അംഗബലം നേടാനായുള്ളൂ. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ നാളതുവരെ ലഭിച്ചതിലുമധികം, അതായത് 48% നേടിയാണ് കോൺഗ്രസ് 3ാം വട്ടവും അധികാരത്തിലെത്തിയത്.
1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തെ തുടർന്ന് ഗുൽസാരി ലാൽ നന്ദ പ്രധാനമന്ത്രിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തു. പിന്നീട് 19 മാസക്കാലം ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് 1964 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേറ്റതും 3ാം ലോക്സഭയുടെ കാലത്താണ്. 4ാം ലോക്സഭ 1967 മുതൽ 70 വരെ. 4ാം ലോക്സഭ എത്തുമ്പോഴേക്കും രാജ്യത്തെ മൊത്തം സമ്മതിദായകരുടെ എണ്ണം 25 കോടിയിലെത്തിയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ 4ാം തവണയും കോൺഗ്രസ് അധികാരത്തിലെത്തി. 520 സീറ്റുകളായിരുന്നു 4ാം ലോക്സഭയിലെ മൊത്തം എണ്ണം. അതിൽ 283 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് ഭരണത്തിലേറിയത്. 4ാം ലോക്സഭയിൽ 2 അക്ക അംഗബലത്തിൽ എത്താൻ 6 പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ 44 സീറ്റുകൾ നേടിയ സി രാജഗോപാലാചാരിയുടെ സ്വതന്ത്ര പാർട്ടിയായിരുന്നു ഏറ്റവും വലിയ കക്ഷി. 5ാം ലോക്സഭ 1971 മുതൽ 77 വരെ. കോൺഗ്രസിൻ്റെ പിളർപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 518 സീറ്റുകളിൽ 352 എണ്ണം നേടിയാണ് ഇന്ദിരാ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലെ സംഘത്തിന് 16 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. ഇന്ദിരാഗാന്ധി 3ാം വട്ടവും പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു. 5ാം ലോക്സഭയുടെ കാലയളവിലാണ് 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായത്. 6ാം ലോക്സഭ 1977 മുതൽ 79 വരെ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യവും ലോകവും ഉറ്റുനോക്കിയ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പായിരുന്നു 6ാം ലോക്സഭയിലേക്ക് നടന്നത്. ഭാരതീയ ലോക്ദൾ അഥവാ ജനതാ പാർട്ടി കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിലേറിയ കാലഘട്ടം. ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ നടപടികൾക്കെതിരെ ഒരുമിച്ച് സമാന ചിന്ത പുലർത്തിയ പാർട്ടികളുടെ കൂട്ടായ്മയായിരുന്നു ജനതാ പാർട്ടി. രാജ്യത്ത് ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിലേറിയ കാലം. 542 സീറ്റുകളിൽ 295 എണ്ണത്തിൽ വിജയിച്ചായിരുന്നു ജനതാ പാർട്ടി പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഭരണത്തിലേറിയത്. എന്നാൽ സഖ്യകക്ഷികളിൽ ചിലർ പിന്തുണ പിൻവലിച്ചതിനാൽ മൊറാർജി ദേശായിക്ക് പിന്നീട് രാജിവെക്കേണ്ടതായി വന്നു. ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയത് ഇക്കാലയളവിലാണ്. കോൺഗ്രസിന് 54 സീറ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. 7ാം ലോക്സഭ 1980 മുതൽ 84 വരെ. ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ സമീപനത്തിനെതിരെ രൂപം കൊണ്ട ജനതാ പാർട്ടിക്ക് പക്ഷേ അവരുടെ കൂട്ടായ്മ സംരക്ഷിക്കാനായില്ല. തുടർന്നാണ് 7ാം ലോക്സഭയിൽ 529ൽ 353 സീറ്റുകളോടെ വീണ്ടും അവർ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയത്. 8ാം ലോക്സഭ 1984 മുതൽ 89 വരെ. സ്വന്തം സെക്യൂരിറ്റി ഗാർഡുകളുടെ നിറത്തോക്കുകൾക്കിരയായി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് 1984 രാജ്യമെമ്പാടും സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ശ്രീമതി ഗാന്ധിയുടെ വിയോഗത്തെ തുടർന്ന് രാജ്യമാകമാനം വീശിയടിച്ച സഹതാപ തരംഗം കോൺഗ്രസ് അനുകൂല വോട്ടുകളായി മാറുകയും 514ൽ 404 സീറ്റുകൾ നേടി രാജീവ് ഗാന്ധി അധികാരത്തിൽ വരികയും ചെയ്തിരുന്നു. പഴയ ജനസംഘം BJP-യായി മാറുകയും 8ാം ലോക്സഭയിൽ ഗുജറാത്തിൽ നിന്നും അന്നത്തെ ആന്ധ്രാപ്രദേശിൽ നിന്നുമായി 2 സീറ്റുകളോടെ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. 9ാം ലോക്സഭ 1989 മുതൽ 91 വരെ. വമ്പിച്ച വിജയത്തോടെ 8ാം ലോക്സഭയിൽ ഭരണത്തിലെത്തിയ കോൺഗ്രസിനെ കാത്തിരുന്നത് ഒട്ടേറെ വിവാദങ്ങളായിരുന്നു. ബോഫേഴ്സ് തോക്കിടപാട്, LTTE വിഷയം എന്നിവ കോൺഗ്രസിനെ വല്ലാതെ പിടിച്ചുലച്ചു കഴിഞ്ഞിരുന്നു. 529 സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ കോൺഗ്രസ് 197, ജനത 143, BJP 85 ഇതായിരുന്നു കക്ഷിനില. ഇന്ത്യയിൽ ആദ്യമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സാഹചര്യവും ആദ്യമായിട്ടാണ് ഉണ്ടായത്. 2 സീറ്റുകളിൽ നിന്ന് 85 സീറ്റുകളിലേക്ക് ഉയർന്ന BJP-ക്കാണ് കൂടുതൽ ലാഭമുണ്ടാക്കാനായത്. തുടർന്ന് BJP-യുടെയും ഇടതു പാർട്ടികളുടെയും പുറമേ നിന്നുള്ള സഹായത്തോടെ VP സിംഗിൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ സ്ഥാനമേറ്റു. എന്നാൽ 1990ഓടെ VP സിംഗിൻ്റെ എതിർപക്ഷത്തായിരുന്ന ചന്ദ്രശേഖർ പാർട്ടി വിട്ടുപോവുകയും സമാജ്വാദി ജനതാ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് VP സിംഗിന് രാജിവെക്കേണ്ടി വന്നതും കോൺഗ്രസ് പിന്തുണയോടെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി സ്ഥാനമേറ്റതും. എന്നാൽ ഈ കൂട്ടുകെട്ടും അല്പായുസായിരുന്നു. 10ാം ലോക്സഭ 1991 മുതൽ 96 വരെ. ഇക്കാലയളവിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിൽ വെച്ച് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള 27% സംവരണം ഉറപ്പാക്കുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണവും തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയങ്ങളായി മാറിയതും ഇതേ പ്രചരണ കാലയളവിലാണ്.
521 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ കോൺഗ്രസിന് 24 സീറ്റുകളും BJPക്ക് 120 സീറ്റുകളുമായിരുന്നു ലഭിച്ചത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയായ PV നരസിംഹറാവുവിൻ്റെ സ്ഥാനാരോഹണം ഈ കാലത്തായിരുന്നു.